നമസ്കാരം, ഞാൻ അജു. ഈ സേവന ഓൺലൈൻ സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വസ്തുവിൻ്റെ കരം എങ്ങനെ ഓൺലൈനായി അടയ്ക്കാമെന്ന് നോക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ revenue.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് കരമടയ്ക്കാവുന്നതാണ്. ഇതിനായി ക്വിക്ക് പേ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. സിറ്റിസൺ ലോഗിൻ ഓപ്ഷൻ ഉപയോഗിച്ച് കരമടയ്ക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ആദ്യമായി കരമടയ്ക്കുന്ന ഉപഭോക്താവാണ് എങ്കിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേര്, സ്ഥലം, പോസ്റ്റ് ഓഫീസ്, വില്ലേജ്, പിൻകോഡ്, വാലിഡായ ഒരു മൊബൈൽ നമ്പർ സഹിതം അടിസ്ഥാന വിവരങ്ങൾ നൽകി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വീണ്ടും സിറ്റിസൺ ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആ യൂസർ നെയിം അല്ലെങ്കിൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും പാസ്വേഡും ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ നിന്നും ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. വസ്തുവിൻ്റെ വിവരങ്ങൾ, അതായത് ജില്ല, താലൂക്ക്, വില്ലേജ് എന്നിവ തിരഞ്ഞെടുത്ത് കൊടുക്കുക. ബ്ലോക്ക് നമ്പർ തിരഞ്ഞെടുത്ത് കൊടുക്കുക. തണ്ടപ്പേർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തണ്ടപ്പേര് സബ് ഡിവിഷൻ നമ്പർ നിർബന്ധമല്ല. റീസർവേ നമ്പർ, റീസർവേ സബ് ഡിവിഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വ്യൂ ആൻഡ് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ വിവരങ്ങളെല്ലാം തന്നെ കരമടച്ച റെസിപ്റ്റിൽ നിന്നും ലഭ്യമാണ്. ആഡ് ഫോർ പേയ്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വസ്തു വിവരങ്ങൾ ദൃശ്യമാകും. ആപ്ലിക്കൻ്റ് രജിസ്റ്റേർഡ് യൂസർ തന്നെയാണെങ്കിൽ എസ് എന്നും അതല്ല എങ്കിൽ നോ എന്നും ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആപ്ലിക്കൻ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേ ടാക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വസ്തുവിവരങ്ങളും കരമടയ്ക്കേണ്ട തുകയും ദൃശ്യമാകും. പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് വിജയകരമായി പൂർത്തിയായ പക്ഷം നിലവിലെ സാമ്പത്തിക വർഷത്തേക്കുള്ള കരമടച്ച റെസിപ്റ്റ് ലഭിക്കുന്നതാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 30 വരെയാണ് ഓരോ വർഷവും സാമ്പത്തിക വർഷവുമായി കണക്കാക്കപ്പെടുന്നത്. പുതിയ കരമടച്ച റെസിപ്റ്റ് പ്രിൻ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. നന്ദി.